പക്ഷെ ചേട്ടന്റെ ലൈഫില് എല്ലാം ഈ പറഞ്ഞ പോലെ ചേട്ടന്റെ ജീവിതത്തോട് ചേർന്ന് വന്ന സാധനങ്ങളാന്നാ പറഞ്ഞത്. പക്ഷെ യാത്ര എനിക്ക് വിശ്വാസമില്ല. യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ളത് നമ്മുടെ ചിലപ്പോൾ ചൈൽഡ്ഹുഡിന്നേ തുടങ്ങിയതായിരിക്കും. ചൈൽഡ്ഹുഡിൽ നിന്ന് തുടങ്ങാന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ടുപോകല്ലേ യാത്ര. ബട്ട് സ്റ്റിൽ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ യാത്ര ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഈ എൻ്റെ വീട്ടില് അച്ഛനും അമ്മയുള്ളതിൽ ഈ പറഞ്ഞ മാതിരി അച്ഛൻ കുറച്ച് യാത്ര കുറവും, അമ്മ കുറച്ച് യാത്ര കൂടുതലായിരുന്നു. കൂടുതൽ അമ്പലങ്ങൾ, പള്ളികൾ, ഉത്സവങ്ങൾ, പ്രോഗ്രാമുകൾ. അപ്പോൾ ചെറുപ്പം മുതൽ എല്ലാ പരിപാടിക്കും കൊണ്ടുപോകായിരുന്നു. നാടകങ്ങൾ കാണാൻ കൊണ്ടുപോകും. അന്ന് കഥാപ്രസംഗമുണ്ട്, നാടകമുണ്ട്, ബാലയുണ്ട്, ഓട്ടംതുള്ളലുണ്ട്, ഇതെല്ലാം കാണിക്കാൻ ഉത്സവപ്പറമ്പുകളിൽ കൊണ്ട്. അതിൽ നിന്നായിരിക്കും പക്ഷേ ഈ കലാവാസന ചിലപ്പോൾ ഉള്ളിൽ കയറിയത്. അങ്ങനെയാവാം. ഞാൻ പിന്നീട് റിവേഴ്സ് ചിന്തിച്ച് നോക്കി എന്തായിരിക്കും കാരണം. പക്ഷെ അതിൽ നിന്ന് ഈ യാത്ര എൻ്റെ ഉള്ളിൽ കയറി. അങ്ങനെ ഈ ബോംബെയിൽ ചെന്നു, അപ്പോഴും യാത്രയായി. പിന്നെ അവിടെ നിന്ന് എനിക്ക് ഈ കിട്ടിയൊരു ജോലി എന്ന് പറഞ്ഞ ഒരു ലോറിയുടെ ഒപ്പമുള്ളൊരു ജോലിയാണ് കിട്ടുന്നത്, രണ്ടാമത്തെ ജോലി. അപ്പോൾ ഈ ലോറി എവിടെ പോകണം, അതിൻ്റെ ഒപ്പം നമ്മൾ പോകണം, അതിൻ്റെ ഒരു കിളി പോലെ പോകണം. അപ്പോൾ ഈ ലോറി ഈ മഹാരാഷ്ട്രയുടെ ഇന്റീരിയറിലൂടെ ഒക്കെ സഞ്ചരിക്കാൻ തുടങ്ങി. അപ്പം ഞാനും അതിൻ്റെ ഒപ്പം അങ്ങനെ പോകും. അതും ശരിക്കും പറഞ്ഞാൽ ലൈഫിൽ കൂടെ വന്നതാണ്. അപ്പോൾ ഈ യാത്രയ്ക്ക് ഇടയിൽ ഉണ്ടായിട്ടുള്ള ഓരോ എക്സ്പീരിയൻസുകൾ, ഈ യാത്രകൾ എങ്ങനെയായിരുന്നു, ഇതിൻ്റെ ഡിഫിക്കൽട്ടീസ്, നമ്മൾ റെപ്റ്റൈൽസ് ഉണ്ടാവും, വൈൽഡ് ആനിമൽസ് ഉണ്ടാവും, ഇതിനൊക്കെ കവർ ചെയ്ത് വേണം നമ്മൾ ഈ ഒക്കെ പോകാനായിട്ട്. പക്ഷെ അതിൻ്റെ ആ ലാസ്റ്റ് പോയിന്റിൽ നമ്മൾ എത്തുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് എനിക്ക് മറ്റെന്തിനേക്കാളും കൂടുതൽ ഹാപ്പിനെസ് നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും.